അപ്പം നമ്മൾ ബാപ്റ്റിസത്തിന് പോവാണ് കേട്ടോ. ചേട്ടയുടെ കസിൻ്റെ കുഞ്ഞിൻ്റെ ബാപ്റ്റിസം ആയിരുന്നു കേട്ടോ. തോപ്രാംകുടിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. നല്ല മഴയും കോടയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീക്കോയി പള്ളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വാഗമൺ റൂട്ടിലാണ് പോകുന്ന വഴിക്ക് നമുക്ക് നല്ലപോലെ ഉരുളുപൊട്ടി ഇതൊക്കെ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. കാണുമ്പോൾ തന്നെ പേടിയാവും. പിന്നെ നമുക്ക് ഇതുപോലെ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ റൺവേയിലെ സ്ഥലം. പോകുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. കോട കാരണം നമുക്കൊന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുള്ള് കോടയായിട്ട് നമുക്കൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മൾ കോട്ടയം ബോർഡർ കഴിഞ്ഞു ഇടുക്കിയിലേക്ക് കയറി. എന്താ കളർഫുള്ളല്ലേ. ഐ ലവ് വാഗമൺ. അങ്ങനെ നമ്മുടെ പൻവാലി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്ക്. അതെല്ലാം കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് തേയിലത്തോട്ടമായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മലയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ സെറ്റായില്ല. പിന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറി. പിള്ളേർക്കൊക്കെ ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെയും നമ്മൾ യാത്ര തുടർന്നു. ഇത് നല്ലൊരു വെള്ളച്ചാട്ടം, അടിപൊളിയുണ്ട് കാണാൻ. നല്ലൊരു അടിപൊളി പള്ളിയാണ് കേട്ടോ. നമ്മുടെ ആലക്കോട് പള്ളി പോലെയുണ്ട്. പിന്നീട് അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടം. നമ്മുടെ ചെറുതോണി പാലമാണ് കേട്ടോ. മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിയതിലെ കൂടെ വെള്ളം വരുമെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ നമ്മൾ ഒരു പള്ളി കണ്ടപ്പം നല്ല പള്ളി. അപ്പോൾ നമ്മളങ്ങോട്ട് ചുമ്മാ ഒന്ന് കയറി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് സമയം കുറവാണ്, വേഗം എത്തേണ്ടതാണ്. ഇതാണ് പ്രകാശ്, നമ്മുടെ മഹേശ്വരൻ്റെ ഭാവന സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബേബിക്കുള്ള ഗിഫ്റ്റൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും കുർബാന തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ 2-3 ഫോട്ടോസൊക്കെ അത് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ പള്ളിയിലേക്ക് കയറി. പിന്നെ ഓരോ ആൾക്കാർ ഓരോ സ്ഥലമൊക്കെ പിടിച്ചങ്ങ് ഇരിപ്പായി. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. പൊന്നുകുട്ടി അപ്പോഴത്തേക്കും വേഗം ഒരു ചേച്ചീനെയൊക്കെ കണ്ടുപിടിച്ച് സെറ്റായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ബാപ്റ്റിസം ബേബി. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞു, കുർബാനയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ചും വീഡിയോസും ഫോട്ടോസും പിന്നെ എടുത്തു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ റിസപ്ഷൻ ഹാളിലേക്ക് കയറി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങി. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ ഫാമിലി ഫോട്ടോസൊക്കെ ആയി. അതിന് മുമ്പ് നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഒരു സെക്ഷൻ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സ്റ്റേജിലേക്ക് കയറിയത്. പിന്നെ ആൻറ്റിമാരൊക്കെ കൂടെ നിന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി ഗിഫ്റ്റൊക്കെ കൊടുത്ത് ബേബീനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ബിരിയാണി ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഓരോ പ്ലേറ്റിലൊക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ സെറ്റായിട്ടിരുന്നു. പതുക്കെ കഴിച്ചു തുടങ്ങി. ബിരിയാണി കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഉണ്ട്. അതിലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരു വിധത്തിൽ എല്ലാത്തിനും ഒന്ന് കഴിപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഐസ്ക്രീമും കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേർക്കെല്ലാം ഐസ്ക്രീം എടുത്തു കൊടുത്തു. എല്ലാത്തിനും ഐസ്ക്രീം കഴിപ്പിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഒരു വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു. നമ്മളവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു. ഐസ്ക്രീം അടുത്തതും കൂടെ വേണം എന്നുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പിന്നെയും പോയി ഐസ്ക്രീം വാങ്ങിച്ച് എല്ലാവർക്കും എടുത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ റിലേറ്റീവ്സിനോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. അതിനുശേഷം നമ്മൾ പതുക്കെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ബേബീനെ പോയി ഒന്നുകൂടെ കണ്ടു. അപ്പോൾ പിള്ളേർക്ക് ബേബീനെ കാണാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ നമ്മൾ ഒന്നുകൂടെ സ്റ്റേജിലേക്ക് പോയി ബേബീനെയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ബേബീനെ തൊടാനും പിടിക്കാനൊക്കെ ആയിരുന്നു കേട്ടോ പിള്ളേരുടെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ബേബീനെ കണ്ടു. ബേബി നന്നായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് പതുക്കെ ഇറങ്ങി. പിന്നെ നമ്മുടെ മോഡലിൻ്റെ കറങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ ഇറങ്ങി. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ. വളരെ സങ്കടം തോന്നി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ സേഫായിട്ട് എത്തി കേട്ടോ.